സ്വത്തെ ശ്രീകുട്ടാടാ കിടക്ക് ഉറങ്ങ് കുറുമ്പ ഡാ പൊത്തച്ച് മൂടി കിടക്ക് ഡാ സ്വത്തേ 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 ഡാ സ്വത്തേ ഇത്ര മണിയായി സമയമായി ഇച്ചട കണ്ണപ്പൂവോ സ്വത്തേ എണീക്ക് എണീച്ച എണീക്കടാ കുഞ്ഞാപ്പിയെ എണീക്ക് അമ്മ വരുമ്പോൾ എണീക്കണം കേട്ടോ എണീച്ചിരിക്കണം കേട്ടോ ആ എണീക്ക് ഉറക്കൊക്കെ തീർന്നില്ല നീച്ച നമ്മുടെ കാണാൻ നീച്ച് എണീക്കടാ എണീച്ച് എൻ്റെ പിന്നെയും കടന്നോ കള്ളർക്കം നീക്ക് കള്ളർക്കം അതൊക്കെ കള്ളർക്കത്തിൻ്റെ ഭാഗമായിട്ടില്ല കേട്ടോ ഉറങ്ങി നീറ്റു കൂട്ടാ നമ്മുടെ കുട്ടീന് ബനിയനോ കടണം നീക്ക് അമ്മ ബനിയട്ടരാ നീക്ക് എണീക്ക് കണ്ണ കണ്ണടച്ചെടുക്കടി കണ്ണടച്ചെടുക്കുക എനിക്ക് രാവിലെ പൊന്നു ഫോൺ നന്നല്ല ഫോൺ കണ്ണൊക്കെ കേട് വരും നമ്മുടെ പൊന്നിൻ്റെ ഫോൺ കളിക്കാൻ പാടില്ല കേട്ടാ നല്ല കുട്ടിയല്ലേ ബ്രഷൊക്കെ ചെയ്തിട്ട് എന്നിട്ട് കാണിച്ചിരിക്കുക എന്താ അത് കയ്യിൽ ഫോണോ അയ്യോ ഇത് ഫോണല്ല കുഞ്ഞാ എന്താ പറ്റി അവൻ്റെ കുട്ടിക്ക് 2-3 ദിവസമായല്ലോ ഈ ഫോൺ കളിച്ചിട്ടാ ഇത് ഫോണൊന്നും ഇല്ല അത് വിട്ടേ ഫോണല്ല അത് എന്താ കണ്ണാ അത് ഫോണല്ല ഇത് നിൻ്റെ കൈയല്ലേ അതേ കണ്ണാ ഇത് കൈയാണോ നോക്കിക്കേ ഫോൺ ഉണ്ടോന്ന് ഫോണില്ല നമുക്കൊന്ന് ഡോക്ടറടുത്ത് പോവാം കേട്ടോ ഇതെന്താ അത് മൊബൈലല്ല കണ്ണ അത് ബോക്സ് അല്ലേ അവിടെ വയ്ക്ക് ഡോക്ടർ മാമയുടെ അടുത്തേക്ക് പോവാം അവിടെ വയ്ക്ക് അല്ലടാ ഇത് ബോക്സാ കണ്ണ അവൻ തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ണമാമ വാങ്ങി തന്ന ബോക്സ് അല്ല നമ്മുടെ കുട്ടിക്ക് ഇതൊക്കെ ബോക്സാണ് ഇത് അച്ഛൻ വാങ്ങി തന്ന ബോക്സ് ഇത് കണ്ണമാമ വാങ്ങി തന്ന ബോക്സ് ഇതൊക്കെ അവിടെ വെച്ച് ഇത് ബോക്സ് അല്ലേ അവിടെ വയ്ക്കാതൊക്കെ കേട്ടോ എൻ്റെ വരെ പോവാം ഡോക്ടറടുത്തേക്ക് ചെരുപ്പിട പോയിട്ട് അമ്മ ഡോക്ടറത്തേക്ക് പോവാട്ടെ ഞങ്ങൾ നമസ്കാരമുണ്ട് ഡോക്ടറെ ഉണ്ണിക്ക് ഇപ്പോൾ 2-3 ദിവസമായി എന്താ ആരോടും മിണ്ടണില്ല ഭക്ഷണം നേരെ ചൊവ്വ കഴിക്കുന്നില്ല എപ്പോഴും ഫോൺ വേണം ഫോൺ വാങ്ങിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര വാശിയും കരച്ചിലും ഭയങ്കര വാശിയാണ് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല പിന്നെ ഒരു സെറ്ററമുള്ളിരിക്കുക പിന്നെ റൂമിൽ പോയിരിക്കുക ആരോടും മിണ്ടണില്ല ഏട്ടനോട് ആരോടും മിണ്ടണില്ല അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങോട്ട് കടത്താൻ പറ്റില്ലായിരുന്നു ഫോൺ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഫോൺ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാൻ പാടില്ല കണ്ണ് കേട് വരും അപ്പോൾ ഫോൺ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് ഫോൺ എന്ന ആ ഒരു ഇലക്ട്രിക് ഡിവൈസസ് ഒരിക്കലും നമ്മളായിട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കേട് വരുത്തുന്നത് അപ്പോൾ ഒരു കാരണവശാലും കുട്ടികൾക്ക് ഫോൺ അലൗഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ശ്രീകുട്ടൻ്റെ ഗതി ആർക്കും വരരുത് എന്ന് എനിക്ക് എല്ലാ അമ്മമാരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഹായ് ശ്രീകുട്ട. ഹായ്. ഇനി നിനക്ക് ഫോൺ വേണോ കളിക്കാൻ? ഡോക്ടർ സെറ്റ് മതിയാ? പിന്നെ സ്കൂളിലൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണ്ടേ ശ്രീകുട്ട. ഇപ്പോൾ നല്ല ആക്റ്റീവാണ് പറഞ്ഞു ടീച്ചർ. അപ്പോൾ ആരും ശ്രീകുട്ടൻ്റെ അവസ്ഥ വരുത്തരുത്. ഫോൺ ആർക്കും കുട്ടികൾക്ക് ഒന്നും കൊടുക്കരുത്. ശ്രീകുട്ട ഇപ്പോൾ ഗുഡ് ബോയ് ആണ്. അല്ല, നീ ഗുഡ് ബോയ് അല്ലേ ശ്രീകുട്ട? അതെ അമ്മേ. മൊബൈൽ വേണോ? ഇനി മൊബൈൽ വേണ്ട, ഡോക്ടർ സെറ്റ് മതി. അമ്മ വാങ്ങിത്തരാം കേട്ടോ. നല്ല കുട്ടി നമ്മുടെ കുട്ടി.